സഹായിച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് ഇവിടുന്ന് തന്ന ഉപ്പ് ഞാൻ റോഡിൽ കൊണ്ടിട്ട് രണ്ടാഴ്ച കഴിഞ്ഞപ്പം ചെയർമാൻ എന്നെ വിളിച്ചേച്ച് പറഞ്ഞ് കൗൺസിലർ വർക്ക് ഓക്കെ ആയി കേട്ടോ, എന്ത് മറിമായ ചെയ്തെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടുണ്ടായതാ ചെയർമാനെ എന്ന് പറഞ്ഞു. എനിക്ക് കേട്ടപ്പം തന്നെ എനിക്കങ്ങ് സങ്കടമായിരുന്നു. അമ്മ എന്നെ സഹായിച്ചല്ലോ എന്നോർത്ത്. അതുപോലെ തന്നെ ഒരു 70 ലക്ഷത്തിൻ്റെ വർക്കുണ്ടായിരുന്നു, അതും ഇതുപോലെ തന്നെ നീണ്ടു പോകുമായിരുന്നു. അമ്മയോട് ഞാൻ ഇതും ആവശ്യപ്പെട്ട് അമ്മ ആ 70 ലക്ഷത്തിൻ്റെ വർക്കും എനിക്ക് സാധിച്ചു തന്ന്. എല്ലാ കാരുണ്യ പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ വാർഡിലേക്ക് പാവപ്പെട്ട ആൾക്കാരൊക്കെ ഒത്തിരി പേരുണ്ട്, അവർക്കൊക്കെ ഞാൻ വേണ്ട കാര്യങ്ങൾ അവരെന്നോട് ചോദിച്ചാൽ ആ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും, പൈസയായിട്ട് കൊടുക്കും. അതുപോലെ തന്നെ വീട്ടിൽ പോയി അവരെ കാണും, അവർക്ക് ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും വേണമെങ്കിൽ ഉടനെ തന്നെ ഹെൽത്തിലൊക്കെ വിളിച്ച് പറഞ്ഞ് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യും. എപ്പോഴും ഞാൻ അവരുടെ ഒപ്പമുണ്ട്. എനിക്ക് അങ്ങനെ ഒരു മനസ്സ് എനിക്ക് അമ്മ തന്നെയാണ് എനിക്ക് തന്നത്. അതുപോലെ തന്നെ ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോഴും വൈകിട്ടും അമ്മയെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. എനിക്ക് വളരെ ശാന്ത സ്വഭാവമായിരിക്കണം, എല്ലാവരോടും മയമായിട്ട് സ്നേഹമായിട്ടും മര്യാദയായിട്ട് സംസാരിക്കാനുള്ള കഴിവ് അമ്മ എനിക്ക് തരണം. അതെല്ലാം ഞാൻ സാധിച്ചിട്ടുണ്ട്. അമ്മയുടെ അനുഗ്രഹത്താൽ എനിക്കതെല്ലാം സാധിച്ചിട്ടുണ്ട്. എല്ലാവരോടും നല്ല വിനയത്തോടും സ്നേഹത്തോടെയും മര്യാദയോടും കൂടി മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ. എല്ലാവർക്കും അതുകൊണ്ട് സ്നേഹമാണെന്ന് ഞാൻ അമ്മയിൽ വിശ്വസിക്കുന്നു. തുടർന്നും എനിക്ക് ഈ ഭാഗ്യം വന്നാൽ അമ്മയുടെ അനുഗ്രഹത്താൽ വീണ്ടും എനിക്കിതിനകത്ത് ഞാൻ അച്ഛനെ എപ്പോഴും നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ കൗൺസിലറാണെന്നുള്ള ഒരു ഇത് വെച്ച് എനിക്ക് ഈ പത്രം കൊണ്ട് കൊടുക്കുന്നതിനകത്ത് വലിയൊരു ബുദ്ധിമുട്ട് പോലെ ഉണ്ടായി. ഞാൻ ഈ പത്രം കൊടുക്കുമ്പം ആൾക്കാരെന്തെങ്കിലും എന്നെ പറയുമോ എന്നുള്ള എനിക്കൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു പ്രാവശ്യം ഇതുപോലെ മൊബൈൽ രാവിലെ ഞാൻ കിച്ചണിൽ കയറുമ്പോൾ മൊബൈൽ ഓണാക്കി വെക്കും, അച്ഛൻ്റെ പ്രാർത്ഥനയൊക്കെ കേൾക്കും, അതുപോലെ തന്നെ സാക്ഷ്യം കേൾക്കും. അപ്പോൾ അതിനകത്ത് ഇതുപോലെ അച്ഛൻ പറഞ്ഞ് വലുതാന്നുള്ള ഒരു ചിന്ത മാറ്റണം, തലഹനം മാറ്റി കഴിഞ്ഞാൽ ഇതെല്ലാം നടക്കും എന്നുള്ളത് അച്ഛൻ ഒരു പ്രാവശ്യം പറഞ്ഞ്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ദിവസം വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടും ബാഗിനകത്ത് പത്രമെല്ലാം എടുത്തിട്ടിട്ട് ഞാൻ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മേ ഞാൻ തിരിച്ച് വരുമ്പം എൻ്റെ ഈ ബാഗിനകത്ത് പത്രം മുഴുവൻ എനിക്ക് തീർത്ത് തരണേന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ വാർഡ് മുഴുവനും നടന്ന് ഒരു പത്രം പോലും എൻ്റെ ബാഗിലില്ല, എല്ലാ പത്രവും എനിക്ക് കൊടുത്തു തീർക്കാൻ സാധിച്ച്. ആരും എന്നെ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത്. അമ്മയുടെ അനുഗ്രഹം എല്ലാ വിധത്തിലും എൻ്റെയും എൻ്റെ കുടുംബത്തിനും ഉണ്ടാകും. അതുപോലെ തന്നെ എൻ്റെ നാട്ടിലുള്ളവർക്കും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചു. ഞാനിതുപോലെ തന്നെ പത്രം കൊണ്ട് കൊടുത്ത് ഒത്തിരി പേര് ഹരിപ്പാടൂന്ന് ഇപ്പം വരുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞ് എനിക്കത് വളരെ സന്തോഷമുണ്ട്. എല്ലാവരെയും അമ്മയെ